അവിടെ ക്ലോസ് ചെയ്തേക്കാം, അവിടെ ക്ലോസ് കുറച്ച് രൂക്ഷമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരിക്കുന്നത്. ബിജെപി വിളിച്ചാൽ എല്ലാവരും കൂട്ടത്തോടെ പോകുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പരിഹാസം. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരില് 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും BJPയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ BJP പോകണമെന്നാണ്. കാരണം BJPയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJPയിലൊന്നും പോയിട്ടില്ല. എല്ലാവർക്കും അറിയാല്ല എന്താ നടന്നത്. ഒരു വിമതനായി ജയിച്ച ഒരാൾക്ക് അവർ സപ്പോർട്ട് ചെയ്തു. അവർക്കെതിരെ നടപടിയെടുക്കാൻ കാര്യം പാർട്ടി അവിടെ ആലോചിക്കാനാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് അവർക്കെതിരായി നടപടിയെടുത്തത്. അല്ലാതെ അവരാരും രാജിവെച്ച് BJPയിലൊന്നും ചേർന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹമാണ് BJPക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത്രയല്ല. അതങ്ങനെയെന്ന് വെച്ചാൽ അത് AICCയുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത്, ചെറുപ്പക്കാർക്ക് സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി, ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. തലമുറ മാറ്റം എന്ന് പറയുമ്പോഴും സീറ്റ് ആഗ്രഹിക്കുന്ന മുതിർന്ന നേതാക്കളുണ്ട്. പക്ഷെ അവരെയൊന്നും മാറ്റി നിർത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞത് കൂടുതൽ ചെറുപ്പക്കാരെയും സ്ത്രീകളെയും കൊണ്ടുവരുമെന്ന്. അവിടെ പ്രായമുള്ളവരെല്ലാം ഇനി പിരിഞ്ഞു പോക്കോളാം എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മാറ്റം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിൽ അങ്ങനെ തന്നെയാണ്. കമ്മിറ്റികളൊക്കെ അങ്ങനെ വേണമെന്ന് AICCയുടെ തീരുമാനമാണ്. സംഘടനാപരമായി അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് മുതിർന്ന നേതാക്കന്മാരെല്ലാവരും പാർട്ടി വിട്ടൊന്നും പോയില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. അവരുടെ ഉപദേശങ്ങളും അവരുടെ സഹായവും അവരിൽ മത്സരിക്കാൻ പറ്റാവുന്നവരും മത്സരിക്കുകയൊക്കെ ചെയ്യും. അവരെ ആരും ഒഴിവാക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട് ഈ AI ചിത്രവുമായി ബന്ധപ്പെട്ട് അത് വെച്ച് പ്രതിരോധം തീർക്കാണ് CPM ശ്രമിക്കുന്നത്. അതിൽ നിന്ന് മാറുന്നത് ഞാൻ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ AI ചിത്രം ഉണ്ടാക്കിയത് ആരാ? പിന്നെ മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഏക ആള് കേരളത്തിലെ MV ഗോവിന്ദനാണ്. മുഖ്യമന്ത്രി കണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ ചിത്രങ്ങളും പുറത്തു വന്നല്ലോ. അതിനെ AI ചിത്രം വന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാര്യം. ഏറ്റവും കൂടുതൽ വയനാട് ചൂരൽമര വിഷയവുമായിട്ട് ഞാനും ശ്രീ KC വേണുഗോപാലും സണ്ണി ജോസഫും രാഹുൽ ഗാന്ധിയൊക്കെ നൃത്തം ചെയ്യണ AI വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾ പരാതിയൊന്നും കൊടുത്തൊന്നുമില്ല. ഞങ്ങൾ ഡാൻസ് ചെയ്യണം. അത് ഞാനൊക്കെ രാഹുൽ ഗാന്ധിയെല്ലാം ഡാൻസ് ചെയ്യണം. അത് ഇറക്കിയതാണ് CPM-കാര്. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നടക്കുക. ആ ക്രൈം നന്ദകുമാറിനെതിരായിട്ട് 6 കേസും കണ്ടെടുത്തു. രാത്രി എല്ലാ ദിവസം പോയി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും. ഇപ്പൊ കോടതി വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു കേസുമില്ലാത്ത കാര്യത്തിനാ. അതായത് മുഖ്യമന്ത്രി വിമർശിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്നും സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കോ. ഒരു 7 യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും എനിക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോലെ തോന്നിയത് എനിക്കെതിരെയാണോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM എല്ലാ ദിവസവും 10 കാർഡ് എനിക്കെതിരെ ഇറക്കിക്കൊണ്ടിരിക്കും. 10 കാർഡ്. ഞങ്ങൾക്ക് അതിനൊന്നും ഒരു പേടിയില്ല. കാരണം ജനങ്ങൾക്കറിയാം എന്താണെന്ന്. ഇത്രയൊക്കെ കാർഡ് ഇറക്കിയിട്ടും ജയിച്ചതാരാ? UDF അല്ലേ ജയിച്ചത്? ഒരു കാര്യമില്ല. CPM-നെ വിമർശിക്കാൻ പാടില്ല. പണ്ട് പറയില്ല, പോളണ്ടിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന് പറഞ്ഞ മാതിരി പിണറായി വിജയനെ കുറിച്ച് ഒന്നും മിണ്ടിപ്പോരും. മിണ്ടിയ വീട്ടിൽ പോലീസ് വരും. അത് ക്രൈം നന്ദകുമാറിന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും, സുബ്രഹ്മണ്യന്റെ വീട്ടിലാണെങ്കിലും പോലീസ് വരും. ഞങ്ങളല്ല ഇടാൻ പോവാണ്. ഒന്ന് വരട്ടെ, പോലീസ് ഒന്ന് വരട്ടെ. മറ്റൊരു കാര്യം, ഈ കർണാടകയിലെ ബുൾഡോസറുമായി എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ്. അല്ലല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞത് പോലെ അല്ല. എന്തായാലും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു കാര്യം
മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട്. ഒരാൾ പോലും അവിടെ വഴിയാധാരമല്ലോ, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെന്താ പ്രശ്നം? നമുക്ക് അന്വേഷിക്കാം.